എന്തോ എന്തോ വെൽക്കം മഹാറാണി. ഞങ്ങളുടെ മരം കയറി ജാനി, ജനലേ കയറി ജാനി വാതിരിക്കാൻ പോയതാ. ഞാൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഇറങ്ങി വീഴും. ഇറങ്ങി ഇതാരാ ഈ സുന്ദരി? ഈ സുന്ദരി ആരാ? ഞാൻ ഈ കുട്ടിയുടെ സ്കൂള്. എന്തോ ആപ്പിളോ? സ്കൂള് തുറന്നണക്ക് ഇത് എത്രാമത്തെ ബോക്സ് ആണ്? എത്ര ബോക്സ് മേടിച്ചാൽ ഈ വർഷം തികയ്ക്കും? എടി കള്ളിപ്പെണ്ണെ, ഇത് ഹോമിലൊക്കെ പോയി വേല കഴിയാൻ. എന്ത് ഇത്ര ആലോചിച്ച് നിക്കാനാ? പോയിട്ട് വാ ചെല്ലേ. മാമി പോവാന്ന്. രണ്ടുപേരുടെ ഇവിടെ കലണ്ടറല്ലേ ചുമന്നക്ഷരം എവിടൊക്കെയാന്ന് നോക്കിട്ടാ വന്നേക്കുന്നത്. ഇനി ഓരോന്ന് ചുമന്നക്ഷരം ഉള്ളിടത്തല്ല അവധി ഉള്ളിടത്ത് പെല്ലേ എന്നെ ഇനി കൊണ്ടുവിടും. കുഞ്ഞോനെ ഈ സോപ്പിട്ട് കുളിപ്പിക്കും കേട്ടോ. നല്ല സോപ്പാ, ഡോക്ടർമാരൊക്കെ എഴുതുന്നതാ. കുഞ്ഞിന്റെ ജാനിക്കുട്ടിക്കല്ല, കുഞ്ഞോന്റെ കാലൊക്കെ ഇങ്ങനെ മൊരിഞ്ഞു വരുന്നില്ല. മൊരിഞ്ഞല്ല പൊരിഞ്ഞില്ലേ? പൊരിഞ്ഞും ഒക്കെ വരുന്നില്ല. അതിലേതാ ഏതാ? മൊരിഞ്ഞാണോ പൊരിഞ്ഞാണോ? പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നോ? ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ. മഴയുടെ ഒക്കെ കൊണ്ടായിരിക്കും മൊത്തത്തിലൊരു മൂടാപ്പൊക്കെ ആയിരുന്നു. പിന്നെ എന്റെ പേഴ്സാട്ടോ ബാഗിനകത്ത് ഇരിക്കത്തില്ല, എന്നാണ് ഞാൻ ഇതിനകത്തോട്ട് വെച്ച്. ഇതൊക്കെ കട കഴിക്കാൻ കൊണ്ടുപോയ പാത്രമാണ്. ഇന്ന് രാവിലത്തേത് ഞാൻ കൊണ്ടുപോയി ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കൊച്ചോളില്ലായിരുന്നു, അപ്പൊ ചോറ് മേടിച്ചാൽ വേസ്റ്റ് ആവും. അതുകൊണ്ട് അതങ്ങ് കൊണ്ടുപോയി നൂഡിൽസ് ഉണ്ടാക്കിയായിരുന്നു രാവിലെ. പേഴ്സ് നിറച്ച് പണമൊന്നുമല്ല, ഇത് കുറേ ATM കാർഡും പാൻ കാർഡ് അതൊക്കെ കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഇതുപോലെ ഒരു ഡയറി കണക്കെഴുതി വെച്ചേക്കോ. പിന്നെ എല്ലാം ആധാർ കാർഡ്, പണയത്തിന്റെ റെസീപ്റ്റ് എല്ലാം. പേഴ്സ് കണ്ടാൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും, പക്ഷെ കൊണ്ടുപോകുന്നവരെന്നെ അരഞ്ചും പുറഞ്ചും പ്രാവും. അതുപോലത്തെ പേഴ്സാണ് എന്റേത് കേട്ടോ. പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു, പിന്നെ ഒരു പാക്കറ്റ് തീപ്പെട്ടി മേടിച്ചു, പിന്നെ ഒരു നെയിൽ പോളിഷ് വെള്ള കളർ. ഇതില്ലായിരുന്നു എനിക്ക്. ഇതില്ലായിരുന്നല്ല, വേറെ ഈ ഒരു റോസ് കളറേ ഉള്ളായിരുന്നു. പിന്നെ 2 കടും കളറായിരിക്കുന്നത്. ഇന്നലെ ജാനിക്കുട്ടിയും കുക്കുമൊക്കെ വന്നപ്പം അവർക്ക് ഞാൻ 2-3 നെയിൽ പോളിഷൊക്കെ കൊടുത്തേ. അപ്പം ഇത് എനിക്ക് വൈറ്റ് കളർ ഇഷ്ടം. അപ്പൊ ഇത് സാധാരണ എപ്പോഴും ഉള്ളതാണ്. ഇപ്പൊ ഇന്നലെ അത് എടുത്ത് നോക്കിയപ്പോഴാണ് ഇതില്ലെന്ന് മനസ്സിലായി. അപ്പൊ ഇതിലെ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇന്ന് മോനിക്കുട്ടിനെ വിളിക്കാൻ പോകണം. നല്ല മഴക്കോളുണ്ട്, ഇടി മുഴങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പം മോനിക്കുട്ടിനെ നേരത്തെ വിളിച്ചോണ്ട് പോരാ. അടുക്കളയിലെ പണികള്, ചോറിരിപ്പുണ്ട്, മീൻ വറക്കാനുണ്ട്, ഒഴിച്ചുകൂട്ടാനൊന്നുമില്ല. ഇച്ചിരി തൈരിരിപ്പുണ്ട്, നമുക്ക് മോര് കാച്ചണം. ഞാൻ ഓടിപ്പോയി മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം കേട്ടോ. ഇടി മുഴങ്ങുന്നുണ്ട്, പോയിട്ട് വരട്ടെ.
ഇത്രയും തൈര് എനിക്ക് മൂന്ന് കാച്ചി വേറെ ഒഴിച്ചു കൂട്ടാനൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കൂട്ടുവാട്ടോ. മഴയാണ്, കഥ കടച്ചിടും. ഇപ്പൊ ശരിയായി. അങ്ങോട്ട് വെച്ചു, ചോറ് തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചേട്ടോ. അമ്മ അവിയൽ വെച്ചു, ഇനി മോരും കാച്ചി, മീനും വറ. മോരിന് തേങ്ങയൊന്നും അരക്കുന്നില്ല, അല്ലാത്ത ഓട്ടുമോര് കാച്ചാൻ കേട്ടോ. കഴുകിക്കൊണ്ട് വരാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് തൈര് ഒന്ന് ചൂടാക്കി എടുക്കും, എന്നിട്ട് കടുവാക്കും. അത്രയും കേട്ടോ. കഴുകിക്കൊണ്ട് വരട്ടെ. ഇത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി, എന്റെ കൈക്ക് ഇണങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഇതേ ഉള്ളൂ കേട്ടോ. വേറെ 2 വിദ്യാർത്ഥിയുണ്ട്. ഞാൻ ഇത് വല്ലപ്പോഴും ഒക്കെ എടുക്കും, എന്നാലും അത്രയും ഇതൊട്ടും എടുക്കത്തില്ല. ഇതാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥി. ഇത് രാവിലെ ഞാൻ ഇവിടെ എല്ലാം നോക്കി. അമ്മ വന്നപ്പോ അമ്മയോട് ചോദിച്ചു, അമ്മ കണ്ടില്ലെന്ന്. മോനുകുട്ടൻ അവിടെ ജാലിക്കുട്ടിയോട് വന്നപ്പോഴും ഞാൻ ചോദിച്ചു, കണ്ടില്ലെന്ന് പറഞ്ഞു. വൈകിട്ട് വന്നിട്ട് ഞാൻ ഉള്ളി എടുക്കാനും മറ്റേ വിദ്യാർത്ഥി കൊണ്ട് എനിക്കൊക്കത്തില്ല. ഞാൻ ഇവിടെ കിടന്ന് ചോദിച്ചിട്ട് കണ്ടില്ലെന്ന്. കുറച്ച് ഇപ്പൊ എടുത്തോണ്ട് വന്നേക്കോ, എങ്ങാണ്ട് വിറ്റത്ത് കൊണ്ട് ഇട്ടേക്കുമായിരുന്നു. അത് തുരുമ്പിച്ചാൽ അവിടെ കിടന്നു തേച്ച് കഴി എടുത്തോണ്ട് വന്നു. ഭയങ്കര വിഷമമായിരുന്നു. ചോറ് വാർത്തിട്ടെ വേണ്ട വേണ്ട, ദൈവത്തെ ഓർക്കാനൊക്കെ നീ പാചകം തുടയ്ക്കാൻ പറ്റും. എന്തുവാ പേടിങ്ങനെ? വേണ്ടല്ലോ, അത് ഇച്ചിരി ധൈര്യം വേണം. ഞാൻ മോര് കാച്ചിക്കോട്ടെ. അതിന് ദിവസം മുട്ട വറക്കാൻ എടുത്ത് വെച്ച് ഇതുപോലെ വന്ന് തലയ്ക്ക് പാചകം നിറച്ചങ്ങാക്കി. പിന്നെ അതെല്ലാം തുടച്ച് എനിക്ക് ജോലി ഉണ്ടാക്കി. തെറിച്ചു പോകും. ഞാൻ ചതച്ചു ഇങ്ങനെ പിടിച്ചോണ്ട് വേണം ചതയ്ക്കാൻ. എന്റെ മോള് പിടിച്ചോ, തെറിച്ചു പോയാൽ ഞാൻ ഉള്ളി ആ അത് പൊട്ടിച്ച് കളയല്ലേ. വേണ്ട വേണ്ട ഇനി ഞാൻ കണ്ടമ്മ കലക്കിക്കോളാം. അവിടെ വീഴും. ഗ്യാസ് തുടക്കാൻ വലിയ മോനും പതുക്കെ കളിക്കാൻ മതി. അവിടെ സ്പീഡൊന്നും വേണ്ട, പതുക്കെ മതി. പത്തില്ല. ആ മതി മതി. എന്തായാലും അമ്മമ്മ എന്ത് ചെയ്യും? അമ്മമ്മക്ക് എന്ത് ചെയ്യും? ചോർക്ക് എന്തിനാ? അല്ല ആവശ്യമുണ്ട്, സ്കൂളിൽ കൊണ്ടുപോകും. എക്സ്പെരിമെന്റ്. എന്തുകൊണ്ട് എക്സ്പെരിമെന്റ്? എക്സ്പെരിമെന്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ചോർക്ക്. ഇവിടെ ഉണ്ടാകും. അവിടെ നോക്കണം. ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനി അവിടെ പോയൊന്നും എടുക്കണ്ട, ഞാൻ എടുത്തത്. അവിടെ ഉണ്ടോ നോക്കട്ടെ, അല്ലെ നാളെ മേടിക്കാം. ഞാൻ കൊണ്ടുപോകാൻ അറിയാമോ? അത് ഇന്നില്ലേ ഒന്ന് പറഞ്ഞത്, നാളെ അല്ലേ വാങ്ങിക്കാൻ പറ്റും. നോക്കട്ടെ, നോക്കാം. വറ്റൽമുളക് ഇരിപ്പില്ല. വറ്റൽമുളക് ഇരുന്നത് കേടായിപ്പോയി. അതുകൊണ്ട് പച്ചമുളകാണ് ഇട്ടത്.
മോരുകറി റെഡി. മീൻ വറ മോരുകറിയായി. മീൻ വറക്കട്ടെ. എന്നിട്ട് നമുക്ക് ചോറുണ്ണാം. നല്ല മഴയാട്ടോ, നല്ല മഴ. ഒരു മുട്ടത്തോട് വേണമെന്ന് പറഞ്ഞു. ഞാൻ അതിന് മുട്ട എടുത്തപ്പോ എന്റെ മോൾ വശത്തുനിന്ന് ഇച്ചിരി പൊട്ടിച്ച് മുട്ടയൊക്കെ കഴുകി ഉണക്കി മുട്ടത്തോട് ഇവിടെ വെച്ചിരുന്നു കേട്ടോ. അപ്പൊ അതെടുത്തോണ്ട് പോയാ പെയിന്റടിക്കും. അമ്മമ്മയോട് കറച്ച് പോകുന്ന അതിനൊക്കെ മീൻ മറക്കട്ടെ. വാഷ്ബേസിനകത്തെല്ലാം കളറാണ്. അമ്മ അവിയൽ വെച്ചു. അവിയലും മോരുകറി മീൻ വറുത്തത്. ചോർപ്പ് എന്തിനാ മോനു? ചോർപ്പ് എന്തിനാ? എക്സ്പെരിമെന്റോ? എന്തോ എക്സ്പെരിമെന്റാ? ആ ഓരോ ദിവസം മഴയുടെ അവിടെ കൊണ്ട് വെക്കണം. എത്ര എത്ര മഴയോ അങ്ങനെ. നാളെ മേടിക്കാൻ ചോറ് കേട്ടോ. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, കണ്ടില്ലല്ലോ. അതാ അവിടെ കണ്ട എന്തുവാ എല്ലാം വാരിയിട്ടേക്കുന്നിടത്ത് അമ്മയ്ക്ക് വയ്യ. അതൊക്കെ എടുത്താൽ എനിക്ക് വയ്യ. വേണ്ട വേണ്ട, അല്ലെ തന്നെ തുമ്മി തുമ്മി ഇരിക്കുക മഴ നനഞ്ഞിട്ട്. എന്തുവായിരുന്നു ചോറിനെന്തായിരുന്നു കറി? ഏതാണ്ട് നോട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് മെസ്സേജ് കണ്ടല്ലോ. നോട്ടൊക്കെ എഴുതിയോ? സിഎയുടെ ഏതാണ്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. യൂണിഫോം തന്നെ കിട്ടും. അതല്ലോ പിന്നെ മോനെ തൃപ്പിടാം. ചമ്മന്തിപ്പൊടി വേണം. നമുക്ക് ചോറുണ്ണാം. വെള്ളയരിച്ചോറാട്ടോ. മീൻ വറുത്തതും മോരുകറി ഇച്ചിരി ഒഴിക്കട്ടെ. ഓ എന്തുവാ? ആ കൊടുക്കാം കൊടുക്കാം.
ഒരു കണ്ണിമാങ്ങയും കൂടെ എടുത്ത് കേട്ടോ. ഇന്ന് ലക്ഷ്മി ചേച്ചിയുടെ അച്ചാറ് കൂട്ടാനൊരു ആഗ്രഹം. ഇനി നമുക്ക് അത്താഴം കഴിക്കാം കേട്ടോ. എന്നത്തെയും പോലെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന്. മഴ കാണുമ്പോൾ ഇപ്പൊ പേടിയാണ്, എവിടൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു ആദിയാണ്, സത്യമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോ ദൈവത്തിലെല്ലാം സമർപ്പിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എന്നാലും എൻ്റെ പ്രിയങ്ങളോട് വിശേഷങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്കിനി നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.